ഇന്ത്യൻ ഇക്കണോമി ഈസ് ഡെഡ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ നശിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ട്രംപ് കടന്ന് പറയുന്നത്. ട്രംപ് പ്രഖ്യാപിക്കുകയല്ല, ഇന്ത്യക്കാർക്കത് കേൾക്കുമ്പോൾ ഒരു വിലാപമായിട്ടാണ് തോന്നുന്നത്. റഷ്യയ്ക്കൊപ്പം കൂട്ടുനിൽക്കുന്ന ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ തകരട്ടെ എന്ന് ട്രംപ് ശപിക്കുകയാണ്. എന്നിട്ട് പാകിസ്ഥാനോടുള്ള ചങ്ങാത്തം ഘടിപ്പിക്കുന്നു. നല്ല ന്യായീകരണം. പക്ഷേ അമേരിക്കക്കാർ ഓർക്കേണ്ടത് ഈ ട്രംപ് അവിടെ കുഴി തോണ്ടിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. കാരണം ഇനി അമേരിക്കക്കാർ വെള്ള വസ്ത്രം ധരിച്ച് നടക്കേണ്ടി വരും. പിന്നെ അവരുടെ ഭാര്യമാരും അമേരിക്കൻ സ്ത്രീകളുമൊക്കെ ധരിക്കുന്ന നെക്ലസുകൾ, മാലകൾ, വില കൂടിയ കല്ലുകൾ പതിച്ച ആ മാലകൾക്കിനി വില കൂടും. പിന്നെ ചെറിയ വല്ല അസുഖവുമുണ്ടെങ്കിൽ അമേരിക്കക്കാർ ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ എത്രയും പെട്ടെന്ന് പോയി ചികിത്സയ്ക്ക് വിധേയരായിക്കൊള്ളണം. കാരണം മരുന്നുകളുടെ വിലയും ട്രംപ് അമേരിക്കയിൽ കൂട്ടുകയാണ്. നിങ്ങളുടെ കാർ എവിടേക്കാനും പണി മുടക്കിയാൽ അത് കളഞ്ഞിട്ട് പുതിയ കാർ വാങ്ങിക്കാനുള്ള വഴി നോക്കണം. കാരണം റിപ്പയറിംഗ് ബില്ലുകൾ ഇനി നിങ്ങൾക്ക് അധികരിക്കും. പിന്നെ സ്മാർട്ട് ഫോണുകൾ അമേരിക്കക്കാർ പഴയത് തന്നെ ഉപയോഗിക്കുക. എന്താണ് കാരണം? ആപ്പിൾ ഫോണിന് ഇനി ഇന്ത്യക്ക് ഏൽപ്പിച്ച ആ 25% താരിഫിൻ്റെ അനുബന്ധമായി വില കൂടും. ഉറപ്പാണ്. നോട്ട് പാഡിനും ലാപ്ടോപ്പിനുമൊക്കെ വില കൂടിയിരിക്കും. കാരണം ഇതെല്ലാം ഇന്ത്യയിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് പഴയ ഫോണുകൾ ഉപയോഗിച്ച് ഇനി അമേരിക്കക്കാർ തൃപ്തിപ്പെടുക. അല്ലെങ്കിൽ സാംസങ്ങും സോണിയുമൊക്കെ മോട്ടോറോളയുമൊക്കെ ഇന്ത്യയിൽ നിന്ന് വീണ്ടും വരുന്നതായിരിക്കും. എന്താണ് കാരണമെന്നല്ലേ? ട്രംപിൻ്റെ ഇന്ത്യക്ക് മേലെയുള്ള ആ 25% താരിഫ് ഭീഷണി തന്നെയാണ്. അമേരിക്കൻ സമയം ആഗസ്റ്റ് 1 പുലർച്ചെ മുതൽ 25% അധിക നികുതി ഇന്ത്യക്ക്. ഇന്ത്യ പാകിസ്ഥാനിൽ നിന്നും ഇതോടെ എണ്ണ വാങ്ങിക്കേണ്ട ഗതികേടിലാകുമത്രേ. ആഗോള എണ്ണ സമ്പദ് വ്യവസ്ഥയിൽ ഏറെ പിന്നിൽ നിൽക്കുന്ന പരമദരിദ്ര രാജ്യമാണ് പാകിസ്ഥാൻ എന്നത് ട്രംപ് മറന്നുപോയതൊന്നുമല്ല, ഒരു തള്ള്. പക്ഷേ ആ തള്ളിനൊപ്പം ഇന്ത്യ ഉന്താൻ നോക്കിയാൽ ഇന്ത്യ കുലുങ്ങില്ല. പക്ഷേ ഇന്ത്യ കടുപ്പിച്ച് ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല. സംയോജനത്തോടെയാണ് ന്യൂഡൽഹിയുടെ ട്രംപിനോടുള്ള സമീപനം. 2 ഓപ്ഷനുണ്ട്. ഒന്നുകിൽ ട്രംപിനെ എതിർത്ത് ട്രംപിനെ ഭീഷണിപ്പെടുത്തി തിരികെയുള്ള താരിഫുകൾ, എതിർ താരിഫുകൾ ചുമത്തി ഇന്ത്യക്ക് പിടിച്ചു നിൽക്കാം, ട്രംപുമായി യുദ്ധം ചെയ്യാം. അല്ലെങ്കിൽ ഒന്നും മിണ്ടാതെ ട്രംപ് എന്ത് വേണമെങ്കിലും ചെയ്തു കൊള്ളട്ടെ, ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ഇന്ത്യയുടേതാണ്, അത് ലോകത്തെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയെ മാറിക്കൊണ്ടിരിക്കുന്ന ആ നീക്കത്തെ ഒരിക്കലും തടയാൻ ഒരു ട്രംപിനും സാധിക്കില്ല എന്ന മനധൈര്യത്തോടെ ഇന്ത്യ മുന്നോട്ട് പോകണം. മിക്കവാറും ഇതിൽ 2ാമത്തെ ഓപ്ഷൻ ഇന്ത്യ തിരഞ്ഞെടുക്കാനാണ് സാധ്യത. ട്രംപിൻ്റെ പീഡനമേറ്റ മറ്റ് ലോക രാജ്യങ്ങളെപ്പോലെ പിടിച്ചു നിൽക്കാൻ തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം. കുറച്ചു കാലത്തേക്ക് ഒരല്പം സാമ്പത്തിക മാന്ദ്യം ഇന്ത്യയിൽ ഉണ്ടായേക്കാം, ഉണ്ടാകാതിരിക്കാം. എങ്കിലും ഇന്ത്യ വിട്ടുകൊടുക്കില്ല. നരേന്ദ്രമോദി തൻ്റെ സുഹൃത്താണ്. പക്ഷേ താരിഫ് ചുമത്താതെ മറ്റ് വഴിയില്ലെന്ന് ട്രംപ് പറയുന്നു. തമാശയാണ്. ട്രംപിൻ്റെ ആ സുഹൃത്ത് പദവി മോദിക്കോ ഇന്ത്യക്കോ വേണ്ടെങ്കിലോ? US പീഡന വീരൻ എപ്സ്റ്റീനും ട്രംപിൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. എപ്സ്റ്റീന് സ്ഥിരമായി ട്രംപ് വികാരമിളക്കുന്ന ചിത്രങ്ങളും സന്ദേശങ്ങളുമൊക്കെ ഫോർവേഡ് ചെയ്യുമായിരുന്നു. അതാണിപ്പോൾ എലോൺ മസ്ക് വലിച്ചു കീറി പുറത്തിട്ടത്. അതിന് മസ്കിന് ട്രംപിൻ്റെ മന്ത്രിസഭയ്ക്കുള്ളിലേക്ക് കയറി രഹസ്യം ചെയ്യേണ്ടി വന്നു. മൊത്തം നാറ് നിൽക്കുന്ന ട്രംപിനോടാണ് പറയുന്നത്, ആ നാറ്റം മറയ്ക്കാൻ ഇന്ത്യയുടെ തോളിൽ കൈയിട്ട് ഇങ്ങോട്ട് വരണ്ട, ഇന്ത്യ തൊടുകയും വേണ്ട. ട്രംപ് കാരണം നേരത്തെ പറഞ്ഞതുപോലെ US ജനത അനുഭവിക്കാൻ പോകുകയാണ്. എന്താണ് കാരണം? ഇന്ത്യക്ക് മേലെയുള്ള US ലക്ഷ്യങ്ങൾ വളരെ വ്യക്തമാണ്. കാരണം ഇതുവരെ ട്രംപ് വ്യാപാര കരാർ ഉണ്ടാക്കിയ രാജ്യങ്ങൾ UK-ക്ക് 15%, പിന്നെ വിയറ്റ്നാം, ഇന്തോനേഷ്യ, ജപ്പാൻ, ഫിലിപ്പൈൻസ്, ഇവർക്കെല്ലാം ട്രംപ് ഏർപ്പെട്ട കരാർ പ്രകാരം താരിഫ് ചുമത്തിയിട്ടുണ്ട്. അല്ലാതെ ഒരിടത്തും ഫ്രീ ട്രേഡ് ഇല്ല. ഈ രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങൾ US-ൽ ഇറക്കുന്നത് നികുതിയോടെയാണ്. ഇവിടെയാണ് ഈ രാജ്യങ്ങളോടുള്ള ട്രംപിൻ്റെ ചതി. ഈ രാജ്യങ്ങളിലേക്ക് US നൽകുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഒന്നിനും ഒരു നികുതിയുമില്ല. 1 രൂപയുടെ നികുതി പോലും ചുമത്താതെയാണ് ട്രംപിൻ്റെ അവരുമായി ഉണ്ടാക്കിയ കരാർ പ്രകാരം US ഉൽപ്പന്നങ്ങൾ ഈ മാർക്കറ്റുകളിലേക്ക് ചെല്ലുന്നത്. എല്ലാം ഒഴിവാക്കി. അതായത് US ഉൽപ്പന്നങ്ങൾ ഈ രാജ്യത്ത് വില കുറച്ച് തന്നെ വിൽക്കപ്പെടും. പക്ഷേ ഈ രാജ്യങ്ങൾ US-ലേക്ക് ഉൽപ്പന്നങ്ങൾ അയക്കുമ്പോൾ അതിന് അവർ നികുതി നൽകേണ്ടി വരും, അധിക നികുതി. അതേ തന്ത്രമാണ് ഇന്ത്യയുടെ മേൽ ട്രംപ് ചുമത്താൻ ശ്രമിച്ചത്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് US-ൽ 25% താരിഫുണ്ടാകും. പല ഉൽപ്പന്നങ്ങൾക്കും പല തരത്തിലാകുമെന്ന് മാത്രം. പക്ഷേ ഇന്ത്യയുമായി ഇതേപോലൊരു ഇൻഡോ US വ്യാപാര കരാർ വന്നാൽ അത് സ്വതന്ത്ര വ്യാപാര കരാർ ആയിരിക്കില്ല. പേരങ്ങനെയാകും. പക്ഷേ ആ കരാറിൽ US ഉൽപ്പന്നങ്ങൾക്ക് ഫ്രീ ട്രേഡ് അത് നടക്കില്ലെന്ന് കേന്ദ്രം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു. കർഷകർ, ഇന്ത്യൻ സംരംഭകർ, ചെറുകിട വ്യവസായ സംരംഭകർ, MSME
ഇവരെ കൈവിട്ട് ഒരു താരിഫ് ഇളവിനും ഇന്ത്യയില്ല. ഇങ്ങോട്ടുമില്ല അങ്ങോട്ടുമില്ല. ഈ വിഭാഗങ്ങൾക്ക്, ഈ 3 വിഭാഗങ്ങൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് US-ൽ നികുതി സംരക്ഷണം ലഭിക്കണം. ഈ 3 വിഭാഗങ്ങളെ ഇന്ത്യ സംരക്ഷിക്കുമെന്ന് കേന്ദ്ര സർക്കാർ തന്നെ പാർലമെന്റിലും വ്യക്തമാക്കി കഴിഞ്ഞു. സർക്കാർ हमारे किसानों, श्रमिकों, एंटरप्रेन्योर्स, उद्यमी, निर्यातकों, सूक्ष्म, लघु और मध्यम उद्योगों और उद्योग जगत के सभी हितधारकों के कल्याण की रक्षा और संवर्धन को सर्वोच्च महत्व देती है. हम अपने राष्ट्रीय हितों को सुरक्षित करने और आगे बढ़ाने के लिए सभी आवश्यक कदम उठाएंगे. എങ്ങനെ ഇന്ത്യൻ മാർക്കറ്റ് ട്രംപിന്റെ ഈ അടിച്ചേൽപ്പിക്കിനെ നേടുമെന്ന് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണണം. ട്രംപിന്റെ താരിഫ് നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്കക്കാർക്ക് തന്നെയാണ് കൊണ്ടിരിക്കുന്നത്. അവർ ശിക്ഷ അനുഭവിക്കാൻ പോവുകയാണ് ട്രംപിന്റെ കയ്യിൽ നിന്നും. ട്രേഡ് വാർ US-ൽ നടക്കാൻ പോകുന്നു. ഇന്ത്യ $88 ബില്യൺ ഉൽപ്പന്നങ്ങൾ കഴിഞ്ഞ വർഷം US-ലേക്ക് കയറ്റുമതി ചെയ്തു. ശരാശരി തിരികെ US ഇന്ത്യയിലേക്ക് അയക്കുന്നത് $42 ബില്യൺ ഉൽപ്പന്നങ്ങൾ. അങ്ങനെ ഇന്ത്യക്ക് $46 ബില്യൺ സർപ്ലസ് ഉണ്ട് അവിടെ. പിന്നെ വജ്രങ്ങൾ മുതൽ സ്മാർട്ട് ഫോൺ വരെ വിലയേറും. എവിടെ? ഇന്ത്യയിലല്ല, അമേരിക്കയിൽ. കാരണം ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ ഡയമണ്ട്സ്, ജെംസ്, പ്രഷ്യസ് സ്റ്റോൺസ് ഇവയെല്ലാം ഇറക്കുമതി ചെയ്യുന്നത് അമേരിക്കയാണ്. ഇത്തരം കല്ലുകളോട് അമേരിക്കൻ വനിതകൾക്ക് എന്തെന്നില്ലാത്ത കമ്പവുമാണ്. ആ കമ്പമൊക്കെ ഇപ്പോൾ നിൽക്കാൻ പോവുകയാണ്. ഇന്ത്യയുടെ 25% താരിഫ് അമേരിക്കക്കാരുടെ നെക്ലസുകൾ, മാലകൾ, വളകൾ എന്നിവയ്ക്കൊക്കെ വില കൂട്ടും. അതുകൊണ്ട് ഇനി ഇവ വാങ്ങിക്കുമ്പോൾ അമേരിക്കക്കാരുടെ കൈ പൊള്ളും അമേരിക്കൻ മാർക്കറ്റിൽ. ഇന്ത്യയാണ് US-ലേക്കുള്ള 2ാമത്തെ ഏറ്റവും വലിയ ടെക്സ്റ്റൈൽ കയറ്റുമതിക്കാർ. ഇനി അമേരിക്കക്കാർ വെള്ള ഷർട്ടിട്ട് നടക്കേണ്ടി വരും. കാരണം മറ്റ് നിറമുള്ള ടെക്സ്റ്റൈലുകൾക്കെല്ലാം വില കൂടും. കാരണം അത് വരുന്നത് ഈ ഇന്ത്യക്ക് ഏൽപ്പിച്ച അധിക താരിഫ് നികുതിയോടെയാണ്. കാർ റിപ്പയറിംഗ് മേഖല, ഗിയർ ബോക്സ് അടക്കം മറ്റ് ബെയറിംഗുകളടക്കം നിർമ്മിക്കുന്നത് അമേരിക്കയിലേക്ക് എത്തിക്കുന്നത് ഇന്ത്യയാണ്. ഫസ്റ്റ് ഹാൻഡ് കാറുകൾക്കല്ല, കാർ റിപ്പയറിംഗ് കേന്ദ്രങ്ങളിലേക്കുള്ള ആക്സസറീസാണത്. ഇതോടെ അമേരിക്കക്കാരുടെ വാഹന റിപ്പയറിംഗ് ബില്ല് കൂടും. അടുത്തതാണ് പ്രധാനപ്പെട്ടത് മരുന്നുകൾ, ജനറിക് മരുന്നുകൾ. അമേരിക്കക്കാർ ഉപയോഗിക്കുന്ന 40% ജനറിക് മരുന്നുകളും ഇന്ത്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നതാണ്. അമേരിക്കയാണ് ഇന്ത്യയിൽ നിന്നുള്ള ഏറ്റവും വലിയ മരുന്ന് ഉപഭോക്താക്കൾ. ക്യാൻസർ മരുന്ന് മുതൽ BP മോണിറ്റർ വരെ ഇന്ത്യ ഉണ്ടാക്കി അമേരിക്കയിൽ എത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കക്കാരും വരും കാലങ്ങളിൽ രോഗികളാകാതെ സൂക്ഷിക്കണം. കാരണം താരിഫ് വരുന്നതോടെ മരുന്നുകളുടെ വില വർദ്ധിക്കും. നിങ്ങൾക്ക് ആശുപത്രിവാസം ആഡംബര ചികിത്സാക്കാലമായി മാറും. അടുത്തത് ലാപ്ടോപ്പും സ്മാർട്ട് ഫോണുമാണ്. പ്രത്യേകിച്ച് ആപ്പിൾ. US-ൽ വിൽക്കുന്ന 44% സ്മാർട്ട് ഫോണും മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. ആപ്പിളിന് US വിലക്കേർപ്പെടുത്തി. സ്വാഭാവികമായിട്ടും ട്രംപ് ആപ്പിളിനൊരു ഉപരോധം കൊണ്ടുവന്നപ്പോൾ മോട്ടോറോളയും സാംസങ്ങും സോണിയും ഇന്ത്യയിൽ അസംബ്ലിംഗ് ശക്തി കൂട്ടാനൊരുങ്ങുകയാണ്. ആപ്പിൾ വേണ്ട, മറ്റ് ഫോണുകൾ മതി. US-ൽ ആപ്പിൾ ഫോണിന് അങ്ങനെ വില കൂടും. അങ്ങനെ അമേരിക്കക്കാർ സെക്കൻഡ് ഹാൻഡ് ഫോൺ അല്ലെങ്കിൽ കൈവശമുള്ള പഴയ ഫോൺ തന്നെ കുറേ കാലം കൂടി ഉപയോഗിക്കേണ്ടി വരും. അതിനവർ പഴിക്കും ട്രംപിനെ, ഇന്ത്യയല്ല. അങ്ങനെ അമേരിക്കക്കാരെ ശ്വാസം മുട്ടിക്കുന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ ഭരണകാലം. ആ ഭരണകാലത്ത് അമേരിക്കയിൽ ട്രേഡ് വാർ വരും. നരക ജീവിതമുണ്ടാകും അമേരിക്കക്കാർക്ക്, ഇന്ത്യയിലല്ല. അപ്പോഴും ഇന്ത്യ കുതിക്കുകയായിരിക്കും ലോക സമ്പദ് വ്യവസ്ഥയിലേക്ക്. കാരണം അവിടെ അമേരിക്കയുടെ ഒരു നിയന്ത്രണമോ ഒരു നിരീക്ഷണമോ ഒന്നും ഉണ്ടാകരുത് എന്നാണ് ഇന്ത്യയുടെ പ്രാർത്ഥന. ഇന്ത്യയുടെ നീക്കങ്ങളും ആ വഴിക്ക് തന്നെയാണ്. ട്രംപിന് ഇന്ത്യയെ വേണ്ടെങ്കിൽ ഇന്ത്യക്ക് ഇന്നലെ വേണ്ടെന്നാണ് ഇന്ത്യയുടെ നിലപാട്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച